ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പ്രസൻറ്റേഷൻ എങ്ങനെയൊക്കെ സ്ലൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷനിൽ നിന്ന് എങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രസൻറ്റേഷൻ നമ്മൾ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രസൻറ്റേഷൻ, അതായത് അതേ ഫോർമാറ്റിലൊക്കെ നമുക്കത് ഓപ്പൺ ചെയ്ത് പുതിയ സ്ലൈഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ആ പ്രസൻറ്റേഷൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ എടുക്കാൻ ന്യൂ ഫ്രം എക്സിസ്റ്റിംഗ് എടുക്കുക. അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്കൊരു ന്യൂ പ്രസൻറ്റേഷൻ ഡയലോഗ് ബോക്സ് വരും. അതിൽ നിന്ന് നമ്മുടെ സേവ് ചെയ്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്ത് എടുത്താൽ മതി. അത്രേ ഉള്ളൂ, അതിന് വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ടെക്സ്റ്റ് എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ സ്ലൈഡിൽ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നത്, ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ടെക്സ്റ്റ് അല്ലേ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ മേജർ പാർട്ട്. നമ്മൾ ടെക്സ്റ്റ് കൂടുതലും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കൺവേ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് നമ്മുടെ 2 തമ്പ് റൂൾസ് ഉണ്ട്. നമുക്ക് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ലൈഡിൽ ഒരു മേജർ ടോപ്പിക്കിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്താൽ മതി നമ്മൾ. ഓക്കെ, ഒന്നിലധികം ടോപ്പിക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. എന്ന് വെച്ചാൽ ഓരോ പോയിൻ്റ് നമ്മൾ ചിലപ്പം ഓരോ ടോപ്പിക്കിലെ കാര്യങ്ങൾ നമ്മൾ ഓരോ പോയിൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്ലൈഡിൽ നിങ്ങൾ മാക്സിമം 5 പോയിൻറ്റ്സ് മാത്രം വയ്ക്കുക. 5 ബുള്ളറ്റ് പോയിൻറ്റ്സ് മാത്രം മതി. എന്ന് വെച്ചാൽ 5 കൂടുതലാകുമ്പം നമ്മുടെ സ്ലൈഡ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഒരു കുറച്ച് റീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്ന് വെച്ചാൽ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്കത്ര അട്രാക്റ്റീവായിട്ടും തോന്നത്തില്ല. പിന്നെ ഒരു സ്ലൈഡിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു സ്ലൈഡിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ വായിക്കുന്നവർക്കത് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രസൻറ്റേഴ്സിനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. പ്രസൻറ്റർ ഓരോ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അയാൾക്ക് ആ ടോപ്പിക്ക് ആ പോയിൻ്റ് ഒന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റി എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, 5 പോയിൻറ്റ്സ് നമ്മളൊരു സ്ലൈഡിൽ കൊടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് ടെക്സ്റ്റ് നമുക്ക് വെറുതെ ടൈപ്പ് ചെയ്തും കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് ബോക്സിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് നമ്മുടെ സ്ലൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ആ ഒരു സ്ലൈഡിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. നമുക്ക് ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും ആ സ്ലൈഡിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊരു ടൂളാണ് കേട്ടോ. അപ്പം നമ്മുടെ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് അതിനെ യൂസ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് അതിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിലൊരു ടൂളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണും. ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് ഗ്രൂപ്പ് കാണും. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലസ് സൈനായിട്ടായിരിക്കും നമുക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ മൗസ് പോയിൻ്ററിനെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫോമിൽ കിട്ടും. അതായത് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് മിസ് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പ്രസൻറ്റേഷൻ എടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ, ഒരു സ്ലൈഡ്. അപ്പോൾ എനിക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടെക്സ്റ്റ് ബോക്സ് സ്ലൈഡിൻ്റെ എവിടെയാണോ വരേണ്ടത് അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ നമ്മൾ പറഞ്ഞ പോയിൻ്റ്, ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് ഗ്രൂപ്പിലാണ് ടെക്സ്റ്റ് ബോക്സ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ഗ്രൂപ്പ് എടുക്കുക. ടെക്സ്റ്റ് ഗ്രൂപ്പിൽ
ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് ആവാം, ഒരു വേർഡ് ആവാം, സെൻറ്റൻസ് ആവാം, നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബോക്സ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തു. ഇനി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം പ്ലസ് സൈനായിട്ടാണ് വരുന്നത് പറഞ്ഞു അല്ലേ? ഇതിവിടെ പ്ലസ് സൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെയല്ലേ വേണ്ടത്? അപ്പം അതുകൊണ്ട് ഞാനതിനെ ക്ലിക്ക് ചെയ്തൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് വിസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പ്ലസ് സൈൻ ആയത് കണ്ടോ? അതിനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്ത് നീളത്തിൽ വേണം, എന്ത് വിഡ്ത്തിൽ വേണം, ഹൈറ്റ് വേണം എന്നൊക്കെ ഉള്ളത് എനിക്ക് തീരുമാനിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇല്ലെങ്കിൽ എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എന്ത് ചെയ്യണം? ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ നമ്മൾ റിലീസ് ചെയ്യണം. വേണ്ട ഹൈറ്റും വിഡ്ത്തും എത്തിയെന്ന് കണ്ടുമ്പോൾ നമ്മൾ അതിനെ റിലീസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഇഷ്ടമുള്ള, ഇപ്പം നമുക്കിതിനെ ഒന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാം, ഇതിൻ്റെ ഒന്നുകൂടെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, ഹൈറ്റ് കൂട്ടാൻ അത് ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. കണ്ടോ, മിസ്സിന് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, കളർ ഫില്ല് ചെയ്യാം, എന്തെങ്കിലും ഷേപ്സ് ഫില്ല് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ വലിപ്പം കൂട്ടാം, അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ ഒരു സ്ലൈഡിൽ സ്പെല്ലിങ്സ് എങ്ങനെ ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ സ്പെല്ലിങ് ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ സ്പെല്ലിങ് അതിൻ്റെ അടിയിൽ റെഡ് വേവി ലൈൻസ് ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്സ് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൊടുക്കുന്ന വേർഡ്സൊക്കെ ഓൾറെഡി ഈ അല്ലെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസിന് ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ ലൈബ്രറിയിൽ ഇല്ലാത്തൊരു വേർഡ് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്കതിനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളൊന്നിൽ നമുക്ക് നമ്മുടെ വേർഡ്സിനെ ഈ ഓഫീസ് ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ തെറ്റ് പോലെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളതിനെ ഇഗ്നോർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ശരിക്കും എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ പുതിയതായിട്ടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മളെ കാണിച്ചു തരും. നമ്മളെവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ അത് കാണിക്കും. ഒന്നിൽ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് വന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈബ്രറിയിൽ ഇല്ലാത്തൊരു വേർഡ് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണെങ്കിൽ പിന്നെ ഇതുപോലൊരു തെറ്റ് വരരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം ലൈബ്രറിയിലേക്ക്. പിന്നെ നമ്മൾ ആ വേർഡ് പ്രസൻറ്റേഷൻ്റെ എവിടെ കൊടുത്താലും ആ ഒരു റെഡ് വേവി ലൈൻ അത് കാണിക്കില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇഗ്നോർ ചെയ്യാം. ആ തെറ്റ് പോലെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പെല്ലിങ്സ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇപ്പം നമുക്ക് അങ്ങനെ ഒരു പവർ പോയിൻറ്റിൽ സ്പെല്ലിങ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എവിടെയാണോ നിങ്ങൾക്ക് കർസർ അത് സ്പെല്ലിംഗ് ചെക്ക് വരേണ്ടത്, ഏത് സ്ലൈഡ് തൊട്ടാണ് സ്പെല്ലിംഗ് ചെക്ക് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? കർസർ പൊസിഷൻ വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് റിവ്യൂ ടാബിൽ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് സ്പെല്ലിംഗ് കാണാൻ പറ്റും. പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സ്പെല്ലിംഗ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡയലോഗ് ബോക്സിൽ ഒരു വേർഡ് വരും. അതായത് ആ ലൈബ്രറിയിൽ ഇല്ലാത്തൊരു വേർഡ് നമ്മളെ കാണിക്കും. ഒന്നിലത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു പുതിയ വേർഡ് ആയതുകൊണ്ടാവാം. അപ്പോൾ നമുക്ക് കുറേ സജഷൻസ് വരും ആ ഒരു വേർഡിനോട് ചേർന്ന്
സ്പെല്ലിങ്സ് ഒക്കെ വരുന്ന കുറേ വേർഡ്സിൻ്റെ സജഷൻസ് നമുക്കത് ഈ പവർ പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും. ആ സജഷൻസിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ആ സജഷൻസിൽ നിന്ന് ഒരു വേർഡ് എടുത്ത് അതിൽ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാണെങ്കിൽ അതെടുത്ത് ഫില്ല് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ ചേഞ്ച് ബട്ടൺ ഉണ്ട്. ആ ചേഞ്ച് ബട്ടൺ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് അവിടെ മാറിയതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മുടെ ആ PPTയിൽ ഇനിയും അതേ മിസ്റ്റേക്സ് വീണ്ടും വരുത്തിയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പം ഈ വേർഡ് വരുന്ന ബാക്കി സ്ലൈഡ്സിൽ എവിടെയൊക്കെയാണോ ഈ വേർഡ് ബാക്കി സ്ലൈഡ്സിൽ വരുന്നത് അതിനെല്ലാം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. ഒന്നുകൂടെ പറയാം. ഇപ്പം നമുക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അതിൻ്റെ ഒരു സജഷൻ കാണിച്ചിട്ടുണ്ട്, നമ്മൾ അതിൽ നിന്ന് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റാക്കി കൊടുത്തു. അവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓൾ കൊടുക്കാം. ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ വേർഡ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഈ വേർഡ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ സ്ലൈഡിലുണ്ട്, പിന്നെ അവിടെ ഇതേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവനും നമുക്ക് ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ചേഞ്ച് ഓൾ കൊടുക്കുക. ചേഞ്ച് ഓൾ കൊടുക്കുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ സ്ലൈഡ്സിൽ ഈ ഒരു പർട്ടിക്കുലർ വേർഡ് വന്നിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യും, കറക്റ്റായ വേർഡായിട്ട് ചേഞ്ച് ആവും. അതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചേഞ്ച് ഒന്നും ചെയ്യേണ്ട, ആ വേർഡ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇഗ്നോർ കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ആക്ഷൻ സംഭവിക്കത്തില്ല. ഓക്കെ. പിന്നെ നമ്മൾ പുതിയതായിട്ട് നമുക്ക് വേർഡ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ആ വേർഡ് ഇനി നമുക്ക് യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ അതിനെ ആഡ് ചെയ്യാം. അതിനൊരു ചേഞ്ച് വരുത്തണ്ടെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ഇഗ്നോർ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഈ മിസ്റ്റേക്ക് ഇനിയുള്ള സ്ലൈഡ്സിൽ വന്നാലും അത് അവിടെ ഒരു എററായിട്ട് കാണിക്കില്ല. അതിനാണ് ഇഗ്നോർ ഓൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ തൽക്കാലം എവിടെയായാലും ഒരു ഡോക്യുമെൻറ്റിലുള്ള കണ്ടൻറ്റ് അവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഞാനിങ്ങനെ ഒരു ഈ ഒരു കണ്ടൻറ്റ് ഞാനിവിടെ കൊടുത്തു. പിന്നെ നമ്മൾ സ്പെല്ലിംഗ് ചെക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റെഡ് കളറിൽ വേവി ലൈൻസ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെന്നാണ്. ഓക്കെ. അപ്പോൾ അതിനാദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് സ്പെല്ലിംഗ് ചെക്ക് തുടങ്ങേണ്ടതെങ്കിൽ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യണം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത്, റിവ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. റിവ്യൂ ടാബിൽ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സ്പെല്ലിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നാണോ നമുക്ക് സ്പെല്ലിംഗ് ചെക്ക് നോക്കേണ്ടത് ആ ഒരു സ്ലൈഡിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് റിവ്യൂ ടാബ് എടുത്തിട്ട് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സ്പെല്ലിംഗ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സജഷൻസ് വരും. അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ കുറച്ച് മുമ്പ്, കുറേ സജഷൻസ് വരും. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ANS എന്ന് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം അല്ലേ. എനിക്കതിനെ മാറ്റണ്ട. അപ്പോൾ അതിനെ ഞാൻ ഇഗ്നോർ ചെയ്തു. ഇനിയിപ്പോൾ ഈ വേർഡ് ഇതിൻ്റെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊന്നും ചേഞ്ച് ചെയ്യേണ്ട, ഇതേപോലെ തന്നെ കിടന്നാൽ മതി. കണ്ടോ, ഈ ഒരു സ്ലൈഡിൽ 2 തവണ ഞാൻ ANS കൊടുത്തിട്ടുണ്ട് അല്ലേ. ആൻസറിൻ്റെ ഷോർട്ടായിട്ടല്ലേ നമ്മൾ ANS യൂസ് ചെയ്യുന്നത്. എനിക്കത് അതുപോലെ തന്നെ കിടന്നാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇഗ്നോർ ഓൾ കൊടുക്കുക. ഇഗ്നോർ ഓൾ കൊടുത്തപ്പോൾ നിങ്ങൾ സംഭവിച്ചത് കണ്ടോ, ഈ വേർഡിൻ്റെ അടിയിലുണ്ടായിരുന്ന ആ 2 റെഡ് വേവി ലൈനും
വെച്ചാൽ ഇനി അത് ANS എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല, എറർ റിപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. ആ ഒരു വേർഡിൽ എറർ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കിടക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അസെൻഡിങ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സജഷൻസ് വന്നിട്ടുണ്ട്. അത് ഇവിടെ സജഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്താൽ മതി. ഇപ്പോൾ അസെൻഡിങ് ഇതല്ലേ ശരി. അപ്പോൾ ഈ അസെൻഡിങ് ആണ് നമ്മൾക്ക് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ടുള്ള സജഷൻ തന്നിരിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള വേർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറും. പിന്നെ ഈ ഡോക്യുമെൻറ്റിൽ വേറെ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, സ്പെല്ലിംഗ് ചെക്കിന് എക്സിറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ കൊണ്ട് കർസർ വയ്ക്കുക. അത് കഴിഞ്ഞ് റിവ്യൂ ടാബിൽ പോകുക. പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം, സ്പെല്ലിംഗ് എടുക്കുക. സ്പെല്ലിംഗ് എടുത്തു കഴിഞ്ഞാൽ 3-4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ റെഡ് വേവിലായി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേർഡ്സിൻ്റെ അടിയിൽ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ആ വേർഡ്സിന് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. ഒന്നിലത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആകാം, ഇല്ലെങ്കിൽ ഈ പവർ പോയിൻറ്റിന് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വേർഡാവാം. അപ്പോൾ അതിലെന്ത് ചെയ്തു, നിങ്ങൾക്ക് മിസ്റ്റേക്ക് അതുപോലെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അതേ മിസ്റ്റേക്ക് വീണ്ടും വന്നാലും എറർ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ഓളും കൊടുക്കാം. ഇനി നമുക്കതിനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് കൊടുക്കാം. നമ്മൾ കുറേ സജഷൻസ് വരും, ആ സജഷൻസിൽ നിന്ന് കറക്റ്റായിട്ടുള്ള വേർഡ് എടുത്തിട്ട് ചേഞ്ച് കൊടുക്കുക. അപ്പോൾ അത് ചേഞ്ച് ആയിക്കോളും. അതല്ല ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറിയിലേക്ക് നമുക്ക് ആഡും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്പെല്ലിംഗ് ചെക്കിൽ നോക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കേസ് എന്ന് വെച്ചാൽ എന്താ, സ്മോൾ ലെറ്റർ ടു ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിനെ പല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ 5 രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. സെൻറ്റൻസ് കേസിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു റൂൾ അനുസരിച്ചായിരിക്കും അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിനെ സെൻറ്റൻസ് കേസിലോട്ടാകും. എന്ന് വെച്ചാൽ ഓരോ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കും. അങ്ങനെയാണ് സെൻറ്റൻസ് കേസ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയെല്ലാം ലോവർ കേസിലേക്കായിരിക്കും. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ. അടുത്ത കേസാണ് ലോവർ കേസ്. ലോവർ കേസ് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്മോൾ ലെറ്റർ അതുപോലെ തന്നെ കിടക്കും, ക്യാപിറ്റൽ ലെറ്റർ മാത്രം സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ആവും. അതാണ് എന്ത് ചെയ്യുന്നത്, ലോവർ കേസ്. കണ്ടോ, ഓൾ ക്യാരക്ടേഴ്സ് ആർ ഇൻ ലോവർ കേസ്, എല്ലാം സ്മോൾ ലെറ്ററിലാവും. അപ്പർ കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, സ്മോൾ ലെറ്ററിലുള്ള എല്ലാ ലെറ്റേഴ്സിനെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കും. സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നതാണ് അപ്പർ കേസ്. കണ്ടോ, ഓൾ ലെറ്റേഴ്സ് ആർ ഇൻ അപ്പർ കേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇനി ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കും. കൊടുത്തിരിക്കുന്ന ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ആക്കും. അപ്പോൾ ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ഈച്ച് വേർഡ് ഈസ് ക്യാപിറ്റൽ ആൻഡ് ദ റെസ്റ്റ് ആർ ഇൻ ലോവർ കേസ്. ആദ്യത്തെ ഒരു വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ ആകുള്ളൂ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും. അതാണ് എന്ത്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. സെൻറ്റൻസ് കേസ് ആണെങ്കിലോ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തെ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ മാത്രം, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആണെങ്കിൽ ഒരു സെൻറ്റൻസിലെ എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ എന്താക്കും, ക്യാപിറ്റൽ ലെറ്റർ ആക്കും. അടുത്ത ടോഗിൾ കേസ്. ടോഗിൾ കേസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ കൊടുക്കുന്നതിൽ ക്യാപിറ്റൽ ലെറ്ററിലുള്ള ലെറ്ററിനെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ സ്മോൾ ലെറ്ററിലുള്ളതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും.
അപ്പോൾ ചേഞ്ചസ് ദ ലോവർ കേസ് ക്യാരക്ടേഴ്സ് ടു അപ്പർ കേസ് ആൻഡ് അപ്പർ കേസ് ക്യാരക്ടേഴ്സ് ടു ലോവർ കേസ്. ഇത് മാറി മാറി ചെയ്യും. ഒരു സെൻറ്റൻസിൽ ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്റർ ആക്കും, സ്മോൾ ലെറ്റേഴ്സിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കേസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഹോം ടാബിലാണ് ഉണ്ടാവുക. അതിൽ ഫോണ്ട് ഗ്രൂപ്പിൽ ചേഞ്ച് കേസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഈ പറഞ്ഞ 5 കേസസ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പവർ പോയിൻ്റ് എടുത്തു. ഇതേ സ്ലൈഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞത്, നമുക്ക് 5 രീതിയിൽ കേസസ് ചേഞ്ച് ചെയ്യാം. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആൻഡ് ടോഗിൾ കേസ്. സെൻറ്റൻസ് കേസ് ആദ്യം നമുക്ക് നോക്കാം. അതിനെന്ത് വേണം, ആദ്യം ഹോം ടാബിൽ പോകുക. അതിൽ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇതാണ് നമ്മുടെ കേസ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ. ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമ്മളിപ്പോൾ സംസാരിച്ച ആ 5 കേസസ് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്ലൈഡിനെ ആദ്യം എന്ത് ചെയ്യണം, സെൻറ്റൻസ് കേസിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. നോക്കിക്കേ, ഇവിടെ അതായത് നമ്മൾ ഒരു പോയിൻ്റ് കഴിഞ്ഞ് അല്ലേ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് വരുന്ന എല്ലാ സെൻറ്റൻസിനെയും അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കി. ഇവിടെ ഓൾറെഡി അതുപോലെ തന്നെ കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്കതിന് അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് ലോവർ കേസാണ്. ലോവർ കേസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നതിനെ സ്മോൾ ലെറ്റർ ആക്കും കേട്ടോ. നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വന്നതെല്ലാം സ്മോൾ ലെറ്റർ ആയി അല്ലേ. ഇവിടെ ഡി ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു, അത് സ്മോൾ ലെറ്റർ ആയി. എ ക്യാപിറ്റൽ ആയിരുന്നു, അത് സ്മോൾ ലെറ്റർ ആയി. ഇവിടെ എച്ച് ക്യാപിറ്റൽ ആയിരുന്നു, അത് സ്മോൾ ലെറ്റർ ആയി. അങ്ങനെ ഏതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ അതിനെല്ലാം സ്മോൾ ലെറ്റർ ആക്കി. കണ്ടോ, ഇങ്ങനെയായിരുന്നു കടന്നിരുന്നത്. അത് സെൻറ്റൻസ് കേസിലേക്ക് വന്നപ്പോൾ എന്താ, ഇങ്ങനെ കടന്നിരുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ ലോവർ കേസിൽ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചു, എല്ലാം സ്മോൾ ലെറ്ററായി. ഇനി നമുക്ക് ക്യാപിറ്റൽ അപ്പർ കേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പർ കേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൽ എല്ലാം എന്താകും, ക്യാപിറ്റൽ ലെറ്റർ ആക്കും. അപ്പം ഡോക്യുമെൻറ്റിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അപ്പർ കേസ് കൊടുത്താൽ മതി. ഇനി ലോവർ കേസ് കൊടുത്താലോ എല്ലാം സ്മോൾ ലെറ്റർ ആവും. അതിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എവിടെയാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വേണം കേസ് ചേഞ്ച് ചെയ്യാൻ. അടുത്ത നമ്മൾ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് വെച്ചാൽ എന്താ, ഓരോ ലെറ്ററിൻ്റെയും ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ക്യാരക്ടർ എന്താവും, സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ ആവും, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ. അപ്പം ഇങ്ങനെ വരും. നോക്കിക്കേ, നിങ്ങൾ ഓരോ വേർഡ്സ് ഇവിടെ നോക്കുമ്പോഴും അതിൻ്റെ ആ വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താവും, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ. അപ്പോൾ ഇങ്ങനെ. ഇനി അടുത്തത് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ, ടോഗിൾ കേസ് അല്ലേ. ടോഗിൾ കേസിൽ എങ്ങനെ, ക്യാപിറ്റൽ ലെറ്ററിലുള്ളത് സ്മോൾ ലെറ്ററിലാവും, സ്മോൾ ലെറ്ററിലുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആവും. കണ്ടോ, ഇപ്പം നമ്മളിവിടെ ടോഗിൾ കേസായി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നതെല്ലാം സ്മോൾ ലെറ്ററിലേക്ക് വന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ കൊടുത്തതെല്ലാം ക്യാപിറ്റൽ ലെറ്ററും ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഫുൾ റെഡ് ലൈൻ കണ്ടോ. എന്ന് വെച്ചാൽ ഇതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇല്ലെങ്കിൽ അവിടെ എന്തോ എറർ വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കേസസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് നോക്കുക, എന്നിട്ട് ഡൗട്ട്സ് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.